സുഹൃത്തുക്കളെ, വലിയൊരു കോമഡി ചിരിച്ച് നിങ്ങൾ മരിക്കും. അതായത് നമ്മുടെ BJP നേതാവായ ചന്ദ്രശേഖരൻ ഒന്ന് പറയുകയാണ്, ഇതെല്ലാം BJPയിലേക്ക് ക്രിസ്ത്യാനികൾ വരുന്നതിൻ്റെ ഗൂഢാലോചനയാണ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. അല്ലാതെ ഒരു രീതിയിലും ഞങ്ങൾക്ക് BJPക്കാർക്ക് യാതൊരു പ്രശ്നവുമില്ല, ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു ചന്ദ്രശേഖർ ജി, നിങ്ങൾക്ക് അങ്ങനൊരു പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ, ദൈവനെ പോലെയുള്ള നാറികളെ പിടിച്ചകത്തിടണം. നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത് എന്ത്, മിലിറ്ററി, പോലീസ്, NIA, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടോ അതെല്ലാം കേന്ദ്ര സർക്കാരുടെ കയ്യിൽ തന്നെ സുരക്ഷമായി ഉണ്ട്. അവരെ കൊണ്ട് ഇതേപോലുള്ള നാറികൾ, അതായത് ക്രിസ്മസ് വരുമ്പോൾ പ്രശ്നമുണ്ടാക്കാൻ വരുന്ന ഏതവനായിക്കോട്ടെ, അതിനിപ്പോൾ ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ, അവനെല്ലാം പിടിച്ച് അകത്തിടണം. ഇത് അവരെല്ലാം ഇപ്പോഴും നടന്ന് പല സ്ഥലങ്ങളിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ട്, ദോഷം ഉണ്ടാക്കുന്നുണ്ട് കേരളത്തിൽ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ കൂടുതലും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ട്, മനസ്സിലായ, കൂടുതൽ വോട്ടുകൾ. അപ്പോൾ അവരുടെ വോട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്കും അറിയാം, ഓരോ പ്രവർത്തകനും നിങ്ങളുടെ ഉള്ള ആളുകൾക്കും അറിയാം. പക്ഷെ നിങ്ങൾ അസ്വസ്ഥതനാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർത്ത് ഇന്ത്യയിൽ കൂടുതലും നിങ്ങളുടെ ആളുകളാണ്, BJP പ്രവർത്തകരാണ് കൂടുതലും. അപ്പോൾ അവിടെ അവർ അഴിഞ്ഞാടുന്നത് നിങ്ങൾക്ക് പറ്റുന്നില്ല നിയന്ത്രിക്കാൻ. അതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഇതിന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രം, അതായത് ക്രിസ്ത്യാനി സഭകൾക്ക് നേരെ ഉണ്ടാകുന്ന അക്രമങ്ങളെല്ലാം നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ തടയാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ആര് വിചാരിച്ചാലും തടയാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ കയ്യിലാണ് പോലീസ് ഉള്ളത്, നിങ്ങളുടെ കയ്യിലാണ് മിലിറ്ററി ഉള്ളത്, നിങ്ങളുടെ കയ്യിലാണ് NIA ഉള്ളത്. എന്തുകൊണ്ട് ഇവനെപ്പോലുള്ള നാറികളെ പിടിച്ച് നിങ്ങൾ അകത്തിടാത്തത്? ഇപ്പോഴും പല സ്ഥലത്തിൽ അവർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, റോഡ് സൈഡിൽ വിൽക്കുന്ന സാധനങ്ങളൊന്നും വിൽക്കരുത്, ക്രിസ്മസായി ബന്ധപ്പെട്ടിട്ട് തൊപ്പികളും മറ്റുള്ള സ്റ്റാറുകളൊന്നും വിൽക്കരുതുമായിട്ട് ഇവന്മാർ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അവരെയെല്ലാം എന്തുകൊണ്ട് നിങ്ങൾ പിടിച്ച് അകത്തിട്ടില്ല? എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ ഒരു സമ്മേളനം നടക്കുന്ന, കുർബാന നടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ പള്ളികളിലെല്ലാം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എല്ലാം പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്തുകൊണ്ട് അവർക്കെതിരെ കേസ് എടുത്തെന്നുള്ള ഒരു വാർത്ത പോലും വരുന്നില്ലല്ലോ? നമ്മുടെ ശ്രീ നരേന്ദ്രമോദി കൃത്യമായിട്ട് ആശംസകൾ പറയുന്നു, അതുപോലെ തന്നെ അവരുടെ വിശേഷങ്ങളിൽ പോയിട്ട് പങ്കെടുക്കുന്നു, അവരുടെ സന്തോഷങ്ങളിൽ പോയി പങ്കെടുക്കുന്നു. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിട്ട് വരുന്ന ക്രിസ്ത്യാനികൾക്കെതിരെ നീങ്ങുന്ന, പള്ളികൾക്കെതിരെ നീങ്ങുന്ന ഈ ഒരു പ്രശ്നങ്ങളൊന്നും നിങ്ങൾ എന്തുകൊണ്ട് കാണാതിരിക്കുന്നു? ഇവർക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കാതിരിക്കുന്നു? നിങ്ങൾ ഈ കേസെടുത്താൽ തന്നെ ഏകദേശമൊക്കെ പ്രശ്നങ്ങൾ തീർന്ന്, നിങ്ങൾക്കെതിരെ വരുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നേരിടാം. ഞങ്ങൾ അവരെല്ലാം പിടിച്ച് അകത്തിട്ടിട്ടുണ്ട്, അവരൊന്നും ഞങ്ങളുടെ പ്രവർത്തകരല്ലാന്ന് സുഖമായിട്ട് പറയാം. ഇതൊന്നും ചെയ്യാതെ വീണ്ടും വന്ന് വൈറ്റ് വാഷ് അടിക്കുക. നിങ്ങൾ എത്ര പിടിച്ചെന്നിട്ട് കാര്യമില്ലേ? കാരണം നോർത്ത് ഇന്ത്യയിൽ ഇതിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലും അതേപോലെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തിലും. അപ്പോൾ ഇത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം മാർക്സിസ്റ്റ് പാർട്ടീൻ്റെ മുകളിലും കോൺഗ്രസിൻ്റെ മുകളിലൊക്കെ ഇടുകയാണ്. അവരുടെ കളിയാണ്, അവരുടെ കളി. നിങ്ങൾ എത്ര പറയും, നിങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങളുടേതായിട്ടുള്ള പ്രവർത്തകരുണ്ട്, തീവ്രതമായിട്ടുള്ള മനുഷ്യർ. അവർക്ക് അവരുടെ ജാതിയോടുള്ള സ്പിരിറ്റ് കൊണ്ട് മറ്റുള്ളവരുടെ വാഴിക്കില്ല, അവർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ എത്ര തന്നെ വിചാരിച്ചാലും അത് തടയാൻ കഴിയില്ല. അതിന് നിങ്ങളെ കൊണ്ട് തടയാനുള്ള അധികാരമുണ്ട്, പക്ഷെ നിങ്ങൾ തടയില്ല. വേറെ നിങ്ങൾക്ക് എന്താണെന്ന് അറിയോ ഉദ്ദേശം? ഈ വഴി കൂടെ പ്രശ്നം ഉണ്ടാക്കുകയും വേണം, ഈ വഴി കൂടെ ഞങ്ങളെല്ലാം എന്ന് പറയുകയും വേണം, അത് സോൾവ് ആവും. പക്ഷേ ഈ വഴിക്ക് പ്രശ്നം ഉണ്ടാകണം, ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഭരണം പോവില്ലല്ലോ. അതാണല്ലോ നിങ്ങൾക്ക് വേണ്ടത്. എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞതിനോട് യോജിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കമൻ്റ് അടിക്കുക. ഇവരുടെ കയ്യിലാണ് എല്ലാ അധികാരവും ഉള്ളത്. അപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരെ ഇന്ത്യയിൽ പല സ്ഥലത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ അധികാരം വെച്ച് തടയാൻ കഴിയില്ലേ? കമൻറ്റ് പറയുക.